ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു ബീഫ് കറി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ഒന്ന് ചെയ്തേക്കണേ. നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുക്കറിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് 1/4 കിലോ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം വഴണ്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു പച്ചമുളക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറി മെയിനായിട്ട് ചില്ലി ഫ്ലേക്സിലാണ് ഇരിക്കണേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ. ഞാനൊരു 1/2 കപ്പ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില നല്ലോണം വഴറ്റി കൊടുക്കണം. അടി പിടിക്കാത്ത ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ അടിയിലെ ഗ്രേവിയൊക്കെ പിടിക്കില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണേ. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. നല്ലവണ്ണം നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. നല്ലോണം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് തട്ടി കൊടുക്കുക. കഴിഞ്ഞു, കറി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറ്റി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വരണേ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.